കഴിഞ്ഞ പ്രാവശ്യം ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയതിൻ്റെ ഫ്രൈസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഫ്രിഡ്ജ് കാലിയാക്കലിൻ്റെ ഭാഗമായിട്ട് ഫ്രൈസൊക്കെ പുറത്തെടുത്തതാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വീട്ടിലില്ല. അപ്പോൾ നമുക്കൊരു തട്ടിക്കൂട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡിമെയ്ഡ് ഫ്രോസൺ ഫ്രൈസ് എടുത്തിട്ട് പൊരിക്കാം കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ ഫ്രൈസും ഉണ്ടാക്കാം. അപ്പോൾ ഇത് സാൾട്ടഡ് അല്ലാത്തത് കൊണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് സാൾട്ടൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് പീസുകൾ ചെറുതായി കട്ട് ചെയ്ത് ബട്ടറിലൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഞാൻ ചിക്കന് മാരിനേറ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇൻസ്റ്റൻ്റായിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് കളർ മാറുകയുള്ളൂ, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. അതിന് ശേഷം നമുക്ക് കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് 3 ചീസ് സ്ലൈസും പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് മൊസറല്ല ചീസും ആട്ടോ ചേർത്തെടുത്തത്. ഇനി ആ ഒരു ചീസൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വെക്കുക കേട്ടോ. അതൊന്ന് മെൽറ്റായി വന്നാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രൈസിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നത് നമ്മുടെ ചീറ്റോസ് നല്ലോണം ഒന്ന് പൊടിച്ചിട്ടാട്ടോ, ഒരു എക്സ്ട്രാ ചീസി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇനി ഒന്നും കൂടി സ്പൈസി വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സോസസൊക്കെ വെച്ച് ടോപ്പ് ചെയ്ത് കഴിക്കുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്തു, അടിപൊളിയായിരുന്നു.